കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 12, 1 മുതലുള്ള തിരുവചന ഭാഗം. മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബെഥാനിയയിലേക്ക് പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് യേശു വന്നു. അവർ അവന് അത്താഴമൊരുക്കി. മർത്ത പരിചരിച്ചു. അവനോടുകൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ലാസറുമുണ്ടായിരുന്നു. മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദീൻ സുഗന്ധ തൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു. അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനും അവനെ ഒറ്റിക്കൊടുക്കാനിരുന്നവനുമായ യൂദാസ്കറിയോത്ത പറഞ്ഞു, എന്തുകൊണ്ട് ഈ തൈലം 300 ദനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല? അവനിത് പറഞ്ഞത് അവന് ദരിദ്രരോട് പരിഗണന ഉണ്ടായിരുന്നത് കൊണ്ടല്ല, പ്രത്യുത അവനൊരു കള്ളനായിരുന്നതുകൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നത് കൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നത് കൊണ്ടുമാണ്. യേശു പറഞ്ഞു, അവളെ തടയേണ്ട. എൻ്റെ മൃതസംസ്കാര ദിനത്തിനായിട്ട് ഇത് ചെയ്തുവെന്ന് അവൾ കരുതിക്കൊള്ളട്ടെ. ദരിദ്രർ എപ്പോഴും നിങ്ങളോടുകൂടെയുണ്ട്, ഞാൻ എപ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുകയില്ല. അവൻ അവിടെ ഉണ്ടെന്നറിഞ്ഞ് വലിയ ഒരു ഗണം യഹൂദർ അവിടേക്ക് വന്നു. അവർ വന്നത് യേശുവിനെ ഉദ്ദേശിച്ചു മാത്രമല്ല, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറിനെ കാണാൻ കൂടിയാണ്. ലാസറിനെ കൂടി കൊല്ലാൻ പുരോഹിത പ്രമുഖന്മാർ ആലോചിച്ചു. എന്തെന്നാൽ അവൻ നിമിത്തം യഹൂദരിൽ വളരെ പേർ അവരെ വിട്ട് യേശുവിൽ വിശ്വസിച്ചിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കാണുന്നു ദൈവം എത്രമാത്രം ഉദാരമതിയാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് യേശുവിനെക്കുറിച്ചുള്ള പ്രവചനത്തിൽ പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, അവൻ ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കത്തില്ല, മങ്ങിയ തിരി കെടുത്തത്തില്ല. അതെങ്ങനെയെങ്കിലും വീണ്ടും ഉജ്ജ്വലിപ്പിക്കാനാണ് ദൈവം പരിശ്രമിക്കുക. എവിടെയെങ്കിലും ഒരു തുമ്പ് കിട്ടിയാൽ മതി, നമ്മളെ പിടിച്ച് രക്ഷപ്പെടുത്താൻ, സ്വർഗത്തിലെത്താൻ സാധിക്കുമെങ്കിൽ ദൈവം ആ അവസരം പ്രയോജനപ്പെടുത്തുന്ന ഒരു ദൈവമാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ദൈവത്തിൻ്റെ ഉദാരത, ദൈവം എത്രമാത്രം ഉദാരമതിയായിട്ട് നമ്മുടെ മുമ്പിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഈ ദൈവത്തെയാണ് നമ്മൾ അനുകരിക്കേണ്ടത്. അതറിയാമായിരുന്ന ഒരു വ്യക്തി മറിയം. നമ്മൾ കാണുന്നുണ്ട് ലൂക്ക 7-ാം അധ്യായം 36 മുതൽ വായിക്കുമ്പോൾ, ഇതുപോലെ കർത്താവിൻ്റെ കാൽപാദത്തിങ്കൽ കിടന്ന് കണ്ണുനീര് കൊണ്ട് പാദങ്ങൾ കഴുകി മുടികൊണ്ട് തുടച്ച് സുഗന്ധതൈലം പൂശുന്നത്. തന്നെ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ എൻ്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. മറിയം ചെയ്തൊരു കാര്യം, അവൾ സുഗന്ധതൈലം, വളരെ വിലപിടിപ്പുള്ള ഒരു സുഗന്ധതൈലം, അതേക്കുറിച്ച് യൂദാസ്കറിയോത്ത സൂചിപ്പിച്ച ഒരു കാര്യം, 300 ദനാറ കിട്ടിയതിനെ അത് വിറ്റെങ്കിൽ. ഇനി അതുകൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കാൻ പറ്റുമായിരുന്നു, ഇത് വെറുതെ കാലേ പൂശി കളയണമായിരുന്നു. ഇന്ന് പലരുടെയും കമൻറ്റ് ഈ രീതിയിലൊക്കെ പോകും. എന്ത് കണ്ടാലും അവർ അതിനകത്തൊരു കുറ്റം കണ്ടുപിടിച്ചിട്ട് അവർ പറയും, ഇതൊക്കെ വേറെ വല്ല നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ മേലായിരുന്നു. ഇനി അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉദാരമതി ആയതുകൊണ്ടോ അവർ സ്വന്തം പണമെടുത്ത് അങ്ങനെ ഒരു ഉദാരത കാണിക്കുന്ന ഒരു കാര്യമില്ലായിരിക്കാം, പക്ഷെ കമൻറ്റ് പറയും. അങ്ങനത്തെ ഒരു രംഗമാണ് ഇവിടെ നമ്മൾ കാണുക. ഇനി നമുക്ക് കാണാൻ സാധിക്കും, മറിയത്തിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ 3 കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഒന്ന്, മറിയത്തിൻ്റെ ഉദാരത, വിലയൊന്നും നോക്കിയില്ല. ഇനി ഇത് കാലേപ്പൂശാൻ ഇത്രയും വലിയ വിലയുള്ള സാധനമാണോ, ഒന്നും നോക്കിയില്ല. ഉദാരത, ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി അവൾ ചെയ്ത ഒരു കാര്യമാണ്. അത് ഉദാരമായിട്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. രണ്ടാമതൊരു കാര്യം, മറിയത്തിൻ്റെ അനുതാപം. നമുക്കറിയാലോ, നമ്മൾ വിശുദ്ധ വാരത്തിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങളാണ്. ഇവിടെ ദൈവം നമ്മെ പ്രത്യേകം ക്ഷണിക്കുന്നത് അവർ അനുതാപത്തിലേക്ക് വരിക. അനുതാപത്തിലേക്ക്
മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുക. അതൊക്കെയാണ് ഈസ്റ്റർ യഥാവിധി ആഘോഷിക്കുവാൻ നമ്മെ ഒരുക്കുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. മറ്റു പല കാര്യങ്ങളിൽ നമ്മൾ വ്യാപരിച്ചേക്കാം, പക്ഷേ ഈ ഒരു കാര്യം വിട്ടുപോയി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിട്ടുപോയി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. മൂന്നാമതൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്, അതാണ് മറിയത്തിൻ്റെ സ്നേഹം. ദൈവം നമ്മളെ എപ്പോഴും വിളിക്കുന്നത് ആ സ്നേഹത്തിൽ വളരാനാണ്. സ്നേഹത്തിൽ ഉത്തരോത്തരം വേരുപാകി അടിയുറയ്ക്കണം. ഇത് കർത്താവ് നമ്മെ ക്ഷണിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിവൃത്തിയാക്കാനുള്ള ഒരു കാലയളവായിട്ട് ഈ കാലയളവ്, നോമ്പുകാലം, അതിൻ്റെ പരിസമാപ്തിയായിട്ട് നമ്മൾ കാണുന്ന ഈ വിശുദ്ധ വാരം, ഇതെല്ലാം നമുക്ക് എടുക്കാൻ പറ്റും. മാർപ്പാപ്പമാർ പല കാലയളവിൽ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് വിശുദ്ധ വാരത്തെക്കുറിച്ച്. ഇത് പണ്ടങ്ങാണ്ട് നടന്നൊരു കാര്യം ഓർക്കാനുള്ള സമയമായിട്ട് ആരും കാണരുത്. അതല്ല, ഇത് വെറുതെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, കർത്താവ് അന്ന് പീഡാനുഭവത്തിലൂടെ കടന്നുപോയത്, കുരിശുമരണം പ്രാപിച്ചത്, ഇന്ന് നമ്മൾ ഒരു കുരിശിൻ്റെ വഴിയിൽ പങ്കെടുത്ത്, അതെല്ലാം ഒന്ന് ഓർക്കുക. ഓർക്കാനുള്ളൊരു കാലയളവല്ല എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം, ഇംഗ്ലീഷിൽ 2 പദങ്ങളുണ്ട്. ഒന്ന് സിമ്പതി, മറ്റൊന്ന് എമ്പതി. സഹതാപം, സഹാനുഭൂതി. സിമ്പതി, സഹതാപം. പലതും കണ്ടിട്ട് സഹതാപ പ്രകടനം നടത്തുന്ന ആൾക്കാരെ കാണാൻ പറ്റും. അതിലല്ല കാര്യം. എമ്പതി, സഹാനുഭൂതി. ഞാൻ എന്നെ തന്നെ ആ സാഹചര്യത്തിൽ ഇട്ട് അവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ച് അത് പ്രായോഗികമാക്കുക. ചുമ്മാ ചിന്തിച്ചു പോയാൽ പോരാ. ബ്രഹ്മാണ്ടൻ ഐഡിയ തലയെ കൊണ്ട് നടക്കാൻ പറ്റും. പക്ഷെ കർത്താവ് വിലയിടുന്നത് നമ്മൾ പ്രാവർത്തികമാക്കിയ കാര്യങ്ങൾക്കാണ്. ചെറിയൊരു സൽപ്രവൃത്തിയാണേലും പ്രവൃത്തിയിൽ നമ്മളത് വരുത്തിയിട്ടുണ്ടോ അതിന് പ്രതിഫലം ഉണ്ടാവും. അതിന് പകരം വലിയ ബ്രഹ്മാണ്ടൻ ഐഡിയ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ, അങ്ങനെയുള്ള ഐഡിയ തലയെ കൊണ്ട് നടക്കുന്നതുകൊണ്ട് ഒരു മാർക്കും കർത്താവ് ഇടാൻ പോകുന്നില്ല. നമുക്കത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. അതാണ് സഹാനുഭൂതിയുള്ളവരായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിറവേറ്റേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുമാണ് ഇന്നത്തെ വായനകളിലൂടെ കർത്താവ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സ്നേഹത്തിൽ വളരാൻ സാധിക്കണം. സ്നേഹം സംസാരത്തിൽ ഉണ്ടായ പോരാ, അത് പ്രവൃത്തിയിലും സത്യത്തിലും ഉണ്ടാകണം എന്നുള്ളത് യോഹന്നാൻ ശ്ലീഹായും യാക്കോബ് ശ്ലീഹായും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്ന. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം എന്നൊക്കെയാണെങ്കിൽ 15 മുതൽ മുമ്പോട്ട് വായിക്കുമ്പോൾ, നമ്മളാരെയെങ്കിലും പിശക്കുന്നവനെ കണ്ടിട്ട് അവന് ഉപദേശം കൊടുത്തോ കൗൺസിലിംഗ് കൊടുത്തോ പോയി കഴിഞ്ഞാൽ നമ്മൾ അവന് വേണ്ടത് ചെയ്യുന്നില്ല. അവന് വേണ്ടത് വിശപ്പ് മാറ്റാനുള്ള ഭക്ഷണമാണ്. അത് കൊടുക്കാൻ തയ്യാറാകണം. അങ്ങനെയുള്ളവരാണ് ശരിക്കും അവരെ സഹായിക്കുന്നത്. അങ്ങനെയുള്ളവരുടെ ആത്മീയതയാണ് കഴമ്പുള്ള ആത്മീയത എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലൂക്കാ 3-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ സ്നാപക യോഹന്നാനിലൂടെ പറയപ്പെട്ട ഒരു കാര്യമാണ്, മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ നിങ്ങളും വെട്ടിത്തീയിലെറിയപ്പെടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചുമ്മാ സംസാരിക്കാൻ പോകുമ്പോൾ ഒരു തുള്ളി കണ്ണുനീര് വന്നാൽ പോരാ. ഇനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ സഹതാപ പ്രകടനം നടത്തിയാൽ പോരാ. മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ ശരിക്കും നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടി ദൈവത്തെ അനുഭവിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ ഉണ്ടാവും. മറിയത്തിൻ്റെ കാര്യത്തിൽ അതാണ്. അവൾക്ക് പിന്നെ മറ്റു കാര്യങ്ങളൊന്നും പ്രസക്തമല്ല, അപ്രധാനമായി. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ദൈവത്തെ സ്നേഹിച്ച് ഇനിയുള്ള കാലം ദൈവത്തിന് വേണ്ടി ജീവിക്കണം എന്നുള്ള അവളുടെ തീരുമാനം. ഇതുപോലുള്ള തീരുമാനങ്ങളിൽ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തു നിന്നും കർത്താവ് ആവശ്യപ്പെടുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ നമുക്ക് ഉദാരത. നിങ്ങൾ 2 കൊറിന്തോസ് 9-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനമെടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. ഞാൻ നിങ്ങളെ എല്ലാ വിധത്തിലും സമ്പന്നരാക്കി. എന്തിനു വേണ്ടിയാണ്? ഉദാരശീലരാകാൻ. അപ്പം അതുകൊണ്ടാണ് ഏറെ സമ്പത്തുള്ളവർ അതനുസരിച്ച് നൽകണം, സഹായിക്കണം. അല്പമേ ഉള്ളോ അതനുസരിച്ച് കൊടുക്കണം. ഇതിനകത്ത് ആർക്കും ഒരു ഒഴുകഴിവില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ വിശുദ്ധ വാരത്തിൽ പറ്റുന്നിടത്തോളം സൽപ്രവർത്തികൾ, ദാനധർമ്മങ്ങൾ, ഇതൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ഈ വചന സന്ദേശം ജീവിക്കുന്നവരായിട്ട് മാറണം. ചുമ്മാ കുറേ കാര്യങ്ങൾ, പണ്ട് നടന്ന കുറേ കാര്യങ്ങൾ ഓർത്ത് അതേക്കുറിച്ചൊക്കെ പറഞ്ഞു നടന്നാൽ പോരാ എന്നുള്ളത് കർത്താവിൻ്റെ വചനം കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത് നിറവേറ്റി മുമ്പോട്ട് പോകുവാൻ, പ്രത്യേകിച്ച് അങ്ങനെ ഈ
വലിയ ഭാരം അർത്ഥവത്താക്കുവാൻ വേണ്ട കൃപയും അനുഗ്രഹവും നൽകണമെന്ന് ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.